കെ.പി.സി.സിയുടെ ഡിജിറ്റൽ സെല്ലിന്റെ തലവനായി ആരും വാഴാത്ത ഒരു ചരിത്രമാണ് നിലവിലുള്ളത്. എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ ആദ്യം ഡിജിറ്റൽ സെല്ലിന്റെ ചുമതലയിൽ എത്തിച്ചു. അദ്ദേഹം ഇപ്പോൾ ബി.ജെ.പിയുടെ നേതാവാണ്. രണ്ടാമത് ഡോക്ടർ പി സരിനെ ഡിജിറ്റൽ സെല്ലിന്റെ തലവനാക്കി നിയമിച്ചു. സരിൻ ഇപ്പോൾ CPM-ൽ അംഗത്വമെടുത്ത CPM-ന്റെ മുന്നണി പോരാളിയായി പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ മാസമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് എറണാകുളം MP ഹൈബി ഈഡന് ആ ചുമതല നൽകിയത്. ഹൈബി ഈഡൻ ആ ചുമതല ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട്, അല്ലെങ്കിൽ ആ ചുമതലയിൽ നിന്ന് തന്നെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കെ.പി.സി.സിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ഹൈബിക്ക് മുമ്പ് VT ബൽറാമിനും ഈ ചുമതല ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹവും ആ സ്ഥാനം രാജിവെച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ യാതൊരു നിലവാരവുമില്ലാതെ പ്രവർത്തിക്കുന്നവരാണ് പലപ്പോഴും കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ എന്ന് മുതിർന്ന നേതാക്കന്മാർ തന്നെ പറയാറുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള നേതാക്കന്മാർ ഇത് സംബന്ധിച്ച് പരസ്യമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കോഴിക്കോട് MP MK രാഘവൻ അടക്കമുള്ളവർ ഇത് സംബന്ധിച്ച് പറഞ്ഞത് റീൽസ് അല്ല രാഷ്ട്രീയമെന്ന് കോൺഗ്രസിലെ ചില നാലാംകിട ക്രിമിനലുകൾ, സൈബർ ക്രിമിനലുകൾ മനസ്സിലാക്കണമെന്നാണ്. പാലക്കാട് MLA-യും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന വ്യക്തി പാവപ്പെട്ട പെൺകുട്ടികളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയപ്പോൾ അവരെ, ആ ക്രിമിനലിനെ, ആ സൈക്കോപാത്തിനെ ന്യായീകരിക്കാൻ കടന്നു വന്നത് കോൺഗ്രസിന്റെ ചില വെട്ടുകിളി സൈബർ ക്രിമിനലുകളാണ്. ആ സൈബർ ക്രിമിനലുകൾ അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവരെ രൂക്ഷമായ ഭാഷയിലാണ് സൈബർ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ സൈബർ വിങ്, കേരളത്തിലെ കോൺഗ്രസിന്റെ സൈബർ ക്രിമിനലുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ ഒരു കൊട്ടേഷൻ സംഘത്തെ പോലെയാണ് പെരുമാറിയതെന്ന് ഞാനല്ല പറഞ്ഞത്, കോൺഗ്രസിന്റെ കാസർഗോഡ് MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ളവരാണ്. കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഈ സൈബർ ക്രിമിനലുകൾ എന്ന് വിളിക്കുന്ന ആളുകൾക്കെതിരെയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷമായ അതിക്രമം അഴിച്ചുവിടുന്നു, രാജ്മോഹൻ ഉണ്ണിത്താനെ ആക്രമിക്കുന്നു, MK രാഘവൻ MP-യെ ആക്രമിക്കുന്നു, രമേശ് ചെന്നിത്തലയെ ആക്രമിക്കുന്നു. എന്തിനേറെ കോൺഗ്രസിന്റെ വനിതാ നേതാക്കളായ ഉമാ തോമസ് MLA, ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള വനിതാ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വരെ ക്രൂരമായ രൂപത്തിൽ സൈബർ ആക്രമണത്തിന് വിധേയരാക്കുകയാണ് കോൺഗ്രസിന്റെ ഈ സൈബർ വെട്ടുകിളി കൂട്ടങ്ങളുടെ പ്രധാന ഹോബി. അത്തരക്കാരെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഹൈബി ഈഡൻ ആ ചുമതലയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കോൺഗ്രസിന്റെ IT വിഭാഗത്തിന്റെ തലവനായി അധികമാർക്കും വാഴാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഹൈബി രാജിക്കത്ത് നൽകിയതിലൂടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സരിനും അനിൽ ആന്റണിയും VT ബൽറാമും ഒന്നും പഠിച്ച പണി 18 നോക്കിയിട്ടും, അല്ലെങ്കിൽ എല്ലാ അഭ്യാസങ്ങളും പരീക്ഷിച്ചിട്ടും നേരെയാക്കി മാറ്റാൻ കഴിയാത്ത സൈബർ വിങ്, അതിന് കൃത്യമായ ഒരു ഏകോപനമില്ല എന്നതാണ് യാഥാർത്ഥ്യം. വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ ഓരോ ആളുകളും തങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി വിടുകയാണ്. AC റൂമിന്റെ സുഖശീതളമയിൽ ഇരുന്ന 300 രൂപയ്ക്ക് നെറ്റ് റീചാർജ് ചെയ്ത വായിൽ തോന്നിയത് എഴുതി വിടുന്നവന് രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അവൻ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാക്കന്മാർക്ക് അനുകൂലമായി ആ നേതാക്കന്മാരുടെ വെട്ടുകിളി ഫാൻസായി അധപ്പതിക്കുന്ന കാഴ്ച പലപ്പോഴും സൈബർ മേഖലയിൽ കാണാറുണ്ട്. ഇതിനെതിരെയാണ് കൃത്യമായ നിലപാട് സ്വീകരിച്ചവരാണ് VT ബൽറാമും ഇപ്പോൾ ഹൈബി ഈഡൻ അടക്കമുള്ളവർ. കോൺഗ്രസിന്റെ ഇപ്പോൾ ഏറ്റവും വലിയൊരു തർക്കം സൈബർ മേഖലയിൽ നടക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയം പോലും ഉറപ്പില്ലാഞ്ഞിട്ടും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടികൂടുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പരിഹാസം മുഖ്യമന്ത്രി കസേരയല്ല, മുഖ്യമന്ത്രി ബെഞ്ച് വേണമെന്നാണ്. കാരണം നിലവിൽ മുതിർന്ന പല നേതാക്കന്മാർക്കും മുഖ്യമന്ത്രിയാകണം. രണ്ടാം നിര നേതാക്കന്മാർ രണ്ടാമത്തെ ബെഞ്ചിൽ ഇരിപ്പിടം കിട്ടാൻ ഉള്ള ഓട്ടം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ പേരിൽ സൈബർ പോരാളികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ തമ്മിലടിക്കുമ്പോൾ താൻ എന്തിനിങ്ങനെ ഒരു നോക്കുകുത്തിയെ പോലെ നിൽക്കണമെന്ന ചിന്തയായിരിക്കാം ഹൈബി ഈഡനെ ആ ചുമതല ഒഴിയുന്നതിന് പ്രേരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈബി ഈഡൻ ഒഴിഞ്ഞ് ഇനി മറ്റാരെങ്കിലും ആ ചുമതല നൽകിയാലും അവർക്കും ഇത് കൃത്യമായി കൊണ്ടുപോകാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇതിനൊരു കൃത്യമായ ഏകോപനമില്ല. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ വായിൽ തോന്നുന്നത് എഴുതി വിട്ട രാഷ്ട്രീയ എതിരാളികളെ അസഭ്യം പറഞ്ഞ അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത് ഒരു ഹോബി ആക്കി മാറ്റിയ ചില ക്രിമിനലുകൾ തന്നെയാണ് ഇതിനകത്ത് ഇപ്പോൾ പുഴുക്കളെ പോലെ ഇഴഞ്ഞു കളിക്കുന്നത്. അത്തരക്കാരെ നിയന്ത്രിക്കാൻ കെ.പി.സി.സിക്ക് കഴിയണമെന്നാണ് കെ.പി.സി.സി നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ MP-മാരെ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരെ, A.K. ആന്റണിയെ പോലും അപമാനിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ A.K. ആന്റണിക്കെതിരെ പോലും MMS-നെതിരെ പോലും ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്ന ക്രിമിനലുകളെ നിലക്ക് നിർത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായാൽ മാത്രമേ സൈബർ വിങ് രക്ഷപ്പെടുകയുള്ളൂ.